ഇന്ന് മൊബൈൽ ഫോണുകൾ നമ്മുടെ ജീവിതത്തിൻ്റെ പ്രധാന ഭാഗമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. പണ്ട് ദൂരെയുള്ള ഒരാളുമായി സംസാരിക്കുക എന്ന സൗകര്യത്തോടു കൂടിയാണ് മൊബൈൽ ഫോണുകൾ കടന്നു വന്നത് എങ്കിൽ ഇന്ന് ഒരു വ്യക്തിയുടെ എല്ലാ മേഖലകളിലും സ്മാർട്ട് ഫോണുകൾ പ്രധാന റോള് വഹിക്കുന്നു. എന്നാൽ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എങ്ങനെയാണ് കുറച്ച് നമ്പർ ഡയൽ ചെയ്യുമ്പോൾ ദൂരെയുള്ള നമുക്ക് വേണ്ടപ്പെട്ടവരെ കൃത്യമായി കണക്ട് ചെയ്യാനും സംസാരിക്കാനും കഴിയുന്നത് എന്ന്? ഇതെല്ലാം വയർലെസ് ആയിട്ടാണോ നടക്കുന്നത്? 3D ആനിമേഷൻ്റെ സഹായത്തോടു കൂടി വളരെ എളുപ്പത്തിൽ മൊബൈൽ ഫോണുകൾ അല്ലെങ്കിൽ സെല്ലുലാർ ഫോണിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കാം. നിങ്ങൾ നിങ്ങളുടെ ഫോണിൽ സംസാരിക്കുമ്പോൾ നിങ്ങളുടെ ഫോണിൻ്റെ മൈക്രോഫോൺ നിങ്ങളുടെ ശബ്ദം ഒപ്പിയെടുക്കുന്നു. ഈ മൈക്രോഫോൺ മെം സെൻസറിൻ്റെയും ICയുടെയും സഹായത്തോടെ നിങ്ങളുടെ ശബ്ദത്തെ ഡിജിറ്റൽ സിഗ്നലാക്കി മാറ്റുന്നു. ഈ ഡിജിറ്റൽ സിഗ്നൽ 0, 1 എന്നീ രീതിയിലാണ് സ്റ്റോർ ചെയ്യുക. ഫോണിനകത്തു തന്നെയുള്ള ആൻറ്റിന ഈ 0, 1 ഡിജിറ്റൽ സിഗ്നൽ റിസീവ് ചെയ്ത് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ആക്കി മാറ്റുന്നു. ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് അതിൻ്റെ തരംഗ സ്വഭാവങ്ങളിൽ മാറ്റം വരുത്തി ഈ ഡിജിറ്റൽ സിഗ്നലുകളെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. ഉദാഹരണത്തിന് ഫ്രീക്വൻസിയുടെ കാര്യമെടുക്കുകയാണെങ്കിൽ 0, 1 എന്ന ഡിജിറ്റൽ സിഗ്നലുകളെ ലോ ഫ്രീക്വൻസി, ഹൈ ഫ്രീക്വൻസി എന്നീ രീതിയിൽ മാറ്റുന്നു. ഇനി ഈ ഇലക്ട്രോ മാഗ്നറ്റിക് വേവിനെ നിങ്ങളുടെ സുഹൃത്തിൻ്റെ ഫോണിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞാൽ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ സുഹൃത്തിന് കേൾക്കാൻ കഴിയും. പക്ഷേ ഇതിൽ ഒരു പ്രശ്നമുണ്ട്. ഇലക്ട്രോ മാഗ്നറ്റിക് വേവിനെ വളരെ ദൂരം സഞ്ചരിക്കാൻ കഴിയില്ല. നമുക്കിടയിൽ ഒരുപാട് തടസ്സങ്ങളുണ്ട്. ബിൽഡിങ്സ്, മരങ്ങൾ, ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾ ഇവയെല്ലാം ഇലക്ട്രോ മാഗ്നറ്റിക് വേവിൻ്റെ സ്ട്രെങ്ത് കുറക്കും. മാത്രവുമല്ല, ഈ തടസ്സങ്ങൾ ഒന്നും ഇല്ലെങ്കിലും ഭൂമിയുടെ കേർവ്ഡ് ഷേപ്പ് കാരണം കൊണ്ട് തന്നെ ഇലക്ട്രോ മാഗ്നറ്റിക് വേവിന് കൂടുതൽ ദൂരം സഞ്ചരിക്കാൻ കഴിയില്ല. അപ്പോൾ എന്തു ചെയ്യും? ഈ പ്രശ്നം പരിഹരിക്കാനാണ് സെൽ ടവേഴ്സ് കണ്ടുപിടിക്കുന്നത്. ഇവിടെ ഉപയോഗിക്കുന്ന ടെക്നോളജിയാണ് സെല്ലുലാർ ടെക്നോളജി. ഇതിൽ നിന്നാണ് സെൽഫോൺ എന്ന വാക്ക് തന്നെ ഉണ്ടാകുന്നത്. അതായത് ഭൂമിയിൽ നെറ്റ്വർക്ക് ആവശ്യമുള്ള സ്ഥലങ്ങളെയെല്ലാം എക്സഗണൽ ഷേപ്പായി ഡിവൈഡ് ചെയ്യുന്നു. ഇതിനെ സെൽ എന്ന് വിളിക്കുന്നു. ഈ ഓരോ സെല്ലുകൾക്കും സ്വന്തമായി ടവറും ഫ്രീക്വൻസി സ്ലോട്ടും ഉണ്ടാകും. ഈ ടവറുകളെല്ലാം വയർ ഉപയോഗിച്ച് കണക്റ്റഡ് ആയിരിക്കും. അതായത് ഓപ്റ്റിക്കൽ ഫൈബർ കേബിൾസ് ഉപയോഗിച്ച് ഈ ടവറുകളെല്ലാം തമ്മിൽ കണക്ട് ചെയ്യും. ഈ ഓപ്റ്റിക്കൽ കേബിൾസ് ഭൂമിക്കടിയിലോ കടലിനടിയിലോ ആയിരിക്കും ഉണ്ടാവുക. ഇത് രാജ്യത്തിനുള്ളിലും രാജ്യങ്ങൾ തമ്മിലും കണക്റ്റഡ് ആയിരിക്കും. ഫോണിൽ നിന്നും പുറത്തു വരുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് വേവിനെ ടവർ സ്വീകരിക്കുകയും ഹൈ ഫ്രീക്വൻസി ലൈറ്റ് പൾസായി ടവർ കൺവേർട്ട് ചെയ്യുകയും ചെയ്യുന്നു. ഈ ലൈറ്റ് പൾസ് താഴെ വച്ചിരിക്കുന്ന ബേസ് ട്രാൻസീവർ ബോക്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഇവിടെയാണ് ഫർദർ ആയിട്ടുള്ള സിഗ്നൽ പ്രോസസ്സിംഗ് നടക്കുന്നത്. പ്രോസസ്സിംഗ് നടന്നതിന് ശേഷം വോയിസ് സിഗ്നൽ ഡെസ്റ്റിനേഷൻ ടവറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഡെസ്റ്റിനേഷൻ ടവറിൽ ഈ പൾസ് എത്തിക്കഴിഞ്ഞാൽ അതിനെ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ആക്കി റേഡിയേറ്റ് ചെയ്യുന്നു. ഈ സിഗ്നൽ നിങ്ങൾ ആരെയാണോ വിളിച്ചത് അവരുടെ ഫോൺ റിസീവ് ചെയ്യുന്നു. പിന്നീട് അയാളുടെ ഫോണിനകത്ത് റിവേഴ്സ് പ്രോസസ്സ് നടക്കുന്നു. അങ്ങനെ അയാൾക്ക് നിങ്ങളുടെ ശബ്ദം കേൾക്കാൻ കഴിയുന്നു. മൊബൈൽ ഫോണുകൾ പ്രവർത്തിക്കുന്നത് പൂർണ്ണമായും വയർലെസ് ആയിട്ടല്ല എന്ന് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ഇത്രയും സിമ്പിളായി മനസ്സിലാക്കി കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങൾ കൂടി പറയാം. നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തിനെ വിളിക്കുമ്പോൾ നിങ്ങളുടെ ടവർ ആ സിഗ്നൽ നിങ്ങളുടെ സുഹൃത്തിൻ്റെ ടവറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോഴാണല്ലോ ഈ കമ്മ്യൂണിക്കേഷൻ കൃത്യമായി നടക്കുന്നത്. പക്ഷേ അവിടെ ഒരു പ്രശ്നമുണ്ട്. നിങ്ങളുടെ ടവറിന് നിങ്ങളുടെ സുഹൃത്തുള്ള സെൽ ടവർ ഏരിയ ഏതാണെന്ന് എങ്ങനെ മനസ്സിലാകും? ഇവിടെയാണ് മൊബൈൽ സ്വിച്ചിങ് സെൻറ്റർ അല്ലെങ്കിൽ MSCയുടെ ഉപയോഗം. MSC എന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് സെൽ ടവറുകളുടെ സെൻട്രൽ പോയിൻ്റാണ്. നിങ്ങളൊരു സിം വാങ്ങുമ്പോൾ അതുമായി ബന്ധപ്പെട്ട എല്ലാ സബ്സ്ക്രിപ്ഷനും ഒരു സ്പെസിഫിക് MSCയിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവും. ആ MSC ആണ് നിങ്ങളുടെ ഹോം MSC. നിങ്ങളുടെ സർവീസ് പ്ലാൻ, നിങ്ങളുടെ ലൊക്കേഷൻ, നിങ്ങളുടെ ആക്ടിവിറ്റീസ് എല്ലാം നിങ്ങളുടെ ഹോം MSCയിൽ സ്റ്റോർ ചെയ്യും. ഇനി നിങ്ങൾ നിങ്ങളുടെ ഹോം MSCയിൽ നിന്നും ദൂരെ ഒരു സ്ഥലത്ത് പോവുകയാണ് എന്ന് കരുതുക.
അപ്പോൾ ആ സെൽ ഏരിയയിലുള്ള MSC ആയിരിക്കും നിങ്ങളുടെ സർവീസ് കൺട്രോൾ ചെയ്യുക. ഈ MSCയെ ഫോറിൻ MSC എന്ന് പറയുന്നു. നിങ്ങളൊരു ഫോറിൻ MSCയിൽ എത്തിയാൽ ആ ഫോറിൻ MSC നിങ്ങളുടെ ഹോം MSCയുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഹോം MSCക്ക് എപ്പോഴും നിങ്ങൾ ഏത് MSC ഏരിയയിലാണ് ഉള്ളത് എന്ന് അറിയാൻ കഴിയും. ഇത് സാധ്യമാക്കാൻ MSCയിൽ ചില ടെക്നിക്കാണ് ഉപയോഗിക്കുന്നത്. ഒന്നാമത്തെ ടെക്നിക്കാണ് ഓരോ സർട്ടൻ പീരീഡിലും സബ്സ്ക്രൈബറുടെ ലൊക്കേഷൻ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. രണ്ടാമത്തെ ടെക്നിക്കാണ് നമ്മൾ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ നമ്മളൊരു സർട്ടൻ നമ്പർ ഓഫ് ടവേഴ്സ് ക്രോസ് ചെയ്യുമ്പോൾ ലൊക്കേഷൻ അപ്ഡേറ്റ് ആകും. മൂന്നാമത്തെ ടെക്നിക്കാണ് നമ്മൾ ഫോൺ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ ലൊക്കേഷൻ അപ്ഡേറ്റ് ആകും. ഇനി ഈ പ്രവർത്തനങ്ങളെല്ലാം ഒരു ഉദാഹരണത്തിലൂടെ എളുപ്പം മനസ്സിലാക്കാൻ ശ്രമിക്കാം. ജ്യോതികയ്ക്ക് സൂര്യയെ വിളിക്കണം. ജ്യോതിക തൻ്റെ ഫോണിൽ സൂര്യയുടെ നമ്പർ ഡയൽ ചെയ്യുന്നു. അപ്പോൾ ജ്യോതികയുടെ ഹോം MSCയിൽ കോൾ റിക്വസ്റ്റ് എത്തുന്നു. സൂര്യയുടെ നമ്പർ അവിടെ എത്തുമ്പോൾ ജ്യോതികയുടെ MSC സൂര്യയുടെ MSCയിലേക്ക് കോൾ റിക്വസ്റ്റ് ഫോർവേഡ് ചെയ്യുന്നു. അപ്പോൾ സൂര്യയുടെ ഹോം MSC സൂര്യയുടെ ആ സമയത്തുള്ള MSC ഏരിയ ഏതാണെന്ന് ചെക്ക് ചെയ്യുന്നു. സപ്പോസ് സൂര്യ ഷൂട്ടിങ്ങിനൊന്നും പോയിട്ടില്ല എന്ന് കരുതുക. സൂര്യ തൻ്റെ ഹോം MSC പരിധിയിൽ തന്നെ ഉണ്ട്. അങ്ങനെയെങ്കിൽ സൂര്യയുടെ MSC പെട്ടെന്ന് തന്നെ കോൾ റിക്വസ്റ്റ് സൂര്യയുടെ ഫോണിലേക്ക് ഫോർവേഡ് ചെയ്യുന്നു. സൂര്യ വേറെ ആരെങ്കിലും വിളിക്കുകയാണോ അല്ലെങ്കിൽ ഫോൺ സ്വിച്ച് ഓഫ് ആണോ എന്നൊക്കെ ഈ സമയം ചെക്ക് ചെയ്യുന്നു. എല്ലാം ഓക്കെ ആണെങ്കിൽ സൂര്യയുടെ ഫോൺ റിങ് ചെയ്യുകയും കോൾ കണക്റ്റ് ആവുകയും ചെയ്യുന്നു. ഇനി സൂര്യ ദൂരെ ഒരു സ്ഥലത്ത് ഷൂട്ടിങ്ങിന് പോയിരിക്കുകയാണ് എന്ന് കരുതുക. ആ സമയം സൂര്യയുടെ MSC സൂര്യയുടെ ഫോറിൻ MSCക്ക് കോൾ ഫോർവേഡ് ചെയ്യാൻ റിക്വസ്റ്റ് നൽകുന്നു. അപ്പോൾ ഫോറിൻ MSC നേരത്തെ ചെയ്തതുപോലെ സൂര്യയുടെ ഫോൺ ലൊക്കേഷനിലേക്ക് കോൾ ഫോർവേഡ് ചെയ്യുന്നു. അങ്ങനെ കോൾ കണക്റ്റ് ആവുകയും സൂര്യയും ജ്യോതികയും സംസാരിക്കുകയും ചെയ്യുന്നു. ഇത്തരത്തിലാണ് നമ്മുടെ എല്ലാം സെൽഫോണുകൾ പ്രവർത്തിക്കുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മൈ നെയിം ഈസ് രജിൽ. 3D ആനിമേഷന്റെ സഹായത്തോടു കൂടി പലവിധ വിഷയങ്ങൾ വളരെ എളുപ്പത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യുക എന്നതാണ് ഈ ചാനലിലൂടെ ശ്രമിക്കുന്നത്. വീഡിയോ യൂസ്ഫുൾ ആവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.